നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്നൊരു കിടിലൻ പോരാട്ടമുണ്ട്. രാത്രി ഇന്ത്യൻ സമയം 12:30 ഫ്രാൻസും സെനഗലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. 2002 വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം പലർക്കും ഓർമ്മയിലേക്ക് ഓടിയെത്തും. അന്ന് നിലവിലെ ചാമ്പ്യന്മാരായിട്ട് കളിക്കാനിറങ്ങിയ ഫ്രാൻസിന് സെനഗൽ കൊടുത്തൊരു കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു കൊട്ടുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അന്ന് മടങ്ങിപ്പോയി ഫ്രാൻസ്. ഇന്നിപ്പോൾ അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും മികച്ചൊരു പോരാട്ടത്തിന് ഒരുങ്ങിയിരിപ്പാണ് ഫ്രാൻസ്. അവരുടെ കോച്ച് ദിദിയർ ദശാമൻ ഇത് അവസാനത്തെ വേൾഡ് കപ്പാണ്. ഇതോടുകൂടി അദ്ദേഹം പടിയിറങ്ങുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആ കിരീടത്തിൽ മുത്തമിട്ട് മടങ്ങിപ്പോവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും മികച്ചൊരു യാത്രയപ്പ് കൊടുക്കാൻ ഫ്രാൻസും ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രഞ്ച് ടീമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു സൂചനയാണിപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ നൽകുന്നത്. ഫ്രാൻസിൻ്റെ ഈ മത്സരത്തിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ മൈഗ്നൻ, കൂണ്ടെ, ഉപ്പമെക്കാനോ, സാലിബ, ടിയോ ഹെർണാണ്ടസ്, പിന്നെ റാബിയോട്ട്, ഷൂമനി മധ്യനിരയിൽ. അതിനുശേഷം ഒലീസെ, ഡംബലെ, ഡു, എംബാപ്പെ എന്നിവർ മുന്നേറ്റങ്ങളും നയിക്കും. വാവ്, സൂപ്പർ മുന്നേറ്റ നിരയും കൊണ്ടാണ് അവർ ഇറങ്ങാൻ പോകുന്നത് എന്നർത്ഥം. പിന്നെ മറുഭാഗത്ത് സാദിയോ മാനയുടെ സെനഗലാണ്. സാദിയോ മാനെ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി മിന്നും ഫോമിൽ നിൽക്കുന്ന സമയത്ത് വന്ന വേൾഡ് കപ്പാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് കളിക്കാൻ പറ്റിയില്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വലച്ചു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. അദ്ദേഹം പൂർണ്ണ ഫിറ്റായിട്ട് വരുന്നു. അദ്ദേഹത്തോടൊപ്പം വമ്പൻ താരങ്ങൾ വേറെയുണ്ട്. നിക്കോളാസ് ജാക്സണും ഇസ്മായിലെ സാറും മതാർ സാറും അങ്ങനെ പറയുന്ന നിരവധി സൂപ്പർ താരങ്ങളെയും കൊണ്ടാണ് വരുന്നത്. സെനഗലിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പ് നോക്കിയാൽ എഡ്വാർഡ് മെൻഡി, അതുപോലെ കെർപിൻ റിയാറ്റെ, മമാദു സാറ്, മൂസ നിയാഖത്തെ, മാലിക് ദിയൂഫ്, ലാമിൻ കമാഴ, ഹബീബ് ദിയാറ, പാപ്പെ മത്താർ സാർ, ഇസ്മായിലെ സാർ, നിക്കോളാസ് ജാക്സൺ, സാദിയോ മാനെ. സൂപ്പർ ടീമും കൊണ്ടാണ് സെനഗലും വരുന്നത്. തീർച്ചയായിട്ടും ആധിപത്യം ഒക്കെ കൂടുതൽ സാധ്യതയൊക്കെ എന്തായാലും ഫ്രാൻസിന് തന്നെയാണ്. ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര ആരെയും ഭയപ്പെടുന്ന ഒന്നാണ്. മധ്യനിരയിലാണ് പിന്നെയും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാനുള്ളൂ. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കിടലനാണ്. അവർക്കെതിരെ ആഫ്രിക്കൻ പോരാട്ട വീര്യം കൈമുതലാക്കിക്കൊണ്ട് സാദിയോ മാനയും സംഘവും എന്ത് ചെയ്യും, കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.